നമസ്കാരം. ചെന്നിത്തല നവോദയ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയുടെ മരണത്തിൽ ആശങ്കകളും ദുരൂഹതകളും ഏറെയായിരുന്നു. ആത്മഹത്യയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞ സ്ഥിതിക്ക് എന്ത് കാരണമാണ് ഈ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് എന്ന ചോദ്യം ബാക്കിയാണ്. രക്ഷകർത്താക്കളോ അടുത്ത കൂട്ടുകാരികൾക്കോ മരണകാരണം കണ്ടെത്താനാകുന്നില്ല. മകൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാണ് സ്കൂളിൽ നിന്ന് വിളി വരുന്നത് നേഹയുടെ മാതാപിതാക്കൾക്ക്. എന്നാൽ ഷിജുവും അനിലയും ചെന്നു കണ്ടത് മകളുടെ മൃതദേഹമായിരുന്നു. ആ അച്ഛനമ്മമാർക്ക് ആ കാഴ്ച പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തലേ ദിവസം വരെ ചിരിച്ചും കളിച്ചും നടന്ന കുട്ടി പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ത് കാരണത്തിലാണെന്ന് അവർ തിരയുകയാണ്. നേഹയുടെ അപ്രതീക്ഷിത വേർപാട് ആറാട്ടുപുഴയ്ക്കും മംഗലമെന്ന തീരഗ്രാമത്തിനും ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി 11:30 വരെ കൂട്ടുകാരികളോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന നേഹയെ പുലർച്ചെ 4:00-ഓടെയാണ് സ്കൂൾ ഹോസ്റ്റലിലെ ശൗചാലയ മുറിയുടെ ഇടനാഴിയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിൽ കാണപ്പെടുന്നത്. നേഹയുടെ ഡയറിയിൽ ചില ഭാഗങ്ങളിൽ മരണത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് എത്താൻ പോലീസിനെ സഹായിക്കുകയായിരുന്നു. കുരിശു ചിഹ്നം വരച്ച ഡെത്ത് എന്ന് എഴുതിയതും ഡയറിയിൽ ഉണ്ട്. ചിലയിടങ്ങളിൽ എലോൺ എന്നും കുറിച്ചിട്ടുണ്ട്. നേഹ വളരെയധികം ഏകാന്തത അനുഭവിച്ചിരുന്നു എന്ന ഈ ഡയറിയിലെ എഴുത്തിൽ നിന്ന് മനസ്സിലായതായി പോലീസ് അറിയിച്ചു. കടുത്ത ഡിപ്രഷനിലൂടെയായിരിക്കും കുട്ടി കടന്നുപോയതെന്നും ഇവർ അനുമാനിക്കുന്നു. നേഹയുടേത് ആത്മഹത്യ തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് കൂടുതൽ അന്വേഷണവും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ പോവുകയാണ്. അതിലേക്ക് നയിച്ച കാരണങ്ങളും പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് വിഷാദരോഗം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന നിഗമനങ്ങളിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നേഹയുടെ സുഹൃത്തുക്കളോടടക്കം കൂടുതൽ സംസാരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. വളരെ ആക്റ്റീവായ പെൺകുട്ടിയായിരുന്നു നേഹയെന്ന് അധ്യാപകർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ബാസ്കറ്റ്ബോൾ സെലക്ഷൻ ക്യാമ്പിലും നേഹ പങ്കെടുത്തിരുന്നു. അന്നത്തെ കലാപരിപാടികളിലും പങ്കെടുത്തിരുന്നു. പഠനത്തിൽ മിടുമിടുക്കിയായിരുന്നു നേഹയെന്നും അധ്യാപകർ തന്നെ പറയുകയാണ്. നേഹയെ വലിയ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായി അറിയില്ല എന്നായിരുന്നു കൂട്ടുകാരികളും പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നത്. 6ാം ക്ലാസ് മുതൽ നേഹ നവോദയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. കലാമത്സരങ്ങളിലെ സജീവ സാന്നിധ്യം കൂടിയായ നേഹയുടെ വേർപാടിൽ ഞെട്ടിയിരിക്കുകയാണ് ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. എപ്പോഴും സന്തോഷവതിയായിരുന്ന നേഹയോട് സഹപാഠികൾക്കും അധ്യാപകർക്കും വലിയ കാര്യമായിരുന്നു. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടിക്ക് മിക്ക വിഷയങ്ങൾക്കും 75% മാർക്കും ലഭിച്ചിരുന്നു. കണക്കിൽ ഏറെ സമർത്ഥയായിരുന്നു. മറ്റു കുട്ടികൾ കണക്കിൻ്റെ സംശയങ്ങൾ തീർക്കാൻ നേഹയെയാണ് സമീപിച്ചിരുന്നത്. എല്ലാ ദിവസവും രാവിലെ 4 മണിയോടെ എഴുന്നേൽക്കുന്ന നേഹയാണ് മറ്റു കുട്ടികളെയും വിളിച്ചുണർത്തിയിരുന്നത്. നേഹയുടെ മുറിയിൽ എഴുതി വച്ചിരിക്കുന്ന കുറിപ്പിൽ 4 കൂട്ടുകാരികൾക്കുള്ള 4 വരി ഉപദേശം മാത്രമാണ് ഉള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുമെന്നും വിഷമിക്കരുത് എന്നും ഡിപ്രഷനിലേക്ക് പോകരുത് എന്നും ഈ കുറിപ്പിൽ നേഹ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. സ്കൂളിലെ മികച്ച കായിക താരം കൂടിയായ നേഹ നവോദയയുടെ റീജിയണൽ കായികമേളയിലേക്കുള്ള സ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മത്സരത്തിന് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു ഈ ഒരു മരണം നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 6:30 വരെ സ്കൂൾ മൈതാനത്ത് ബാസ്കറ്റ്ബോൾ പരിശീലിച്ചിരുന്ന നേഹ രാത്രി സ്കൂളിൽ നടന്ന നൃത്ത മത്സരങ്ങളിൽ പങ്കെടുത്ത സഹപാഠികൾക്ക് മേക്കപ്പ് ചെയ്യുന്നതടക്കമുള്ള സഹായങ്ങളുമായി സജീവമായിരുന്നു. തുടർന്ന് കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്ന നേഹയാണ് പിന്നീട് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആത്മഹത്യ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ വിഷാദരോഗം മാത്രമാണോ ഈ ഒരു മരണത്തിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കുകയാണ്.